അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം അങ്ങോട്ട് എത്തിയാൽ മതിയല്ലേ, ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് നമ്മൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് വേണ്ടി കാത്തിരിപ്പാണ് എല്ലാ മലയാളികളും. അപ്പോൾ സദ്യ എന്ന് പറയുന്നത്, സദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഇഞ്ചിപ്പുളിയാണല്ലേ, ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം, ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അതുമല്ല, നമ്മൾ ഇഞ്ചി ഇല്ലാതെയാണ് ഇന്ന് ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പാനിൽ ഞാൻ ഒരു കട്ടിയുള്ള കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 13 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിയുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 2 ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ളൊരു നെല്ലിക്ക അല്ലെങ്കിൽ നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവും അതുപോലെ ഇതിൻ്റെ നാരൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് മെൽറ്റാക്കി എടുക്കണവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിങ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടത്. ഞാൻ തണുത്ത ശേഷം നല്ല മിക്സിങ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടാറിയ വെള്ളമാണ്, നല്ല തിളപ്പിച്ച ആറിയ വെള്ളമാണ്, കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അവിടെ ഇവിടെയൊക്കെ ഇട്ട് തട്ടും തടയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ആ ബാക്കി വന്ന വെള്ളം കൂടി ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കരിവേപ്പിലയും 2 ഉണക്കമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ കരിവേപ്പിലിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ആ ഒരു പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ പണിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപാര ടേസ്റ്റാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി ഇല്ലാത്ത ഇഞ്ചിപ്പുളി മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചിട്ട്, ആ ഒരു ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, നല്ല ടേസ്റ്റാണ്. ഇനി ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ തന്നെ ഒന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഒഴിച്ച എണ്ണകളൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഓണത്തിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്ന് പറഞ്ഞാൽ സദ്യക്ക് മുന്നിട്ട് നിൽക്കുന്നതാണല്ലേ നമ്മളെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് അന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഈസി മെത്തേഡിലാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണത്തിന് ഇഞ്ചി ഇല്ലാത്ത ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി എന്തായാലും തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.